അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രിസ്മസ് ഡെക്കോർ വീഡിയോ ആണ്. നമ്മുടെ ഷോപ്പിൽ നമ്മൾ ക്രിസ്മസ് ആയിട്ട് കുറച്ച് വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെക്കറേഷൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിയിരിക്കുന്നത് മാർത്താണ്ഡം, പാറശാല അങ്ങനെ കുറച്ച് പ്ലേസിൽ നിന്നാണ്. ഇതാണ് ഫസ്റ്റ് ഡെക്കോർ ഐറ്റം എന്ന് പറയുന്നത്. ഇത് കുറേ ബെൽസ് പോലെയൊക്കെ തൂങ്ങിക്കിടക്കുന്നതാണ്. പിന്നെ ക്രിസ്മസ് ഫാദർ ഉണ്ട് ഇതിൽ. അടുത്തത് ക്രിസ്മസ് ഫാദറിൻ്റെ സ്റ്റിക്കാണ്. പിന്നെ ബെൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതേപോലത്തെ സ്റ്റിക്കറുണ്ട്. പിന്നെ മേരി ക്രിസ്മസ് എന്നെഴുതിയ ഒരു ഇതുണ്ട്, അത് പോയിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ സ്റ്റാറുണ്ട്. സ്റ്റാർ ഇത് ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വലുതായിട്ട് മേരി ക്രിസ്മസ് എന്നെഴുതിയ ഒരു എന്തോ പറയുക, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ല, അതുണ്ട്. പിന്നെ ക്രിസ്മസ് ഫാദറിൻ്റെ ഫേസിലൊരു സ്റ്റിക്കറുണ്ട്. പിന്നെ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എഴുതിയ ഒരു സ്റ്റിക്കറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീരിയൽ ബൾബ് വാങ്ങി, അത് ഞാൻ കാണിച്ചു തരാവേ. സീരിയൽ ബൾബ് ഇതുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി രീതിയിലുള്ള ക്രിസ്മസ് ട്രീ ആണ്. നമ്മളെ ഷോപ്പിൽ ഇതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഇതേപോലത്തത് വാങ്ങിയത്. കുറച്ചധികം ലെന്ത് കൂടുതലാണ്. പിന്നെ ഇത് ഫുൾ പാർട്സ് ആയിട്ടാണ് വരുന്നത്. നമുക്കിത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈസി ടു ഫിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്രിസ്മസ് ട്രീ ഫിക്സ് ചെയ്യാം. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ പുൽക്കൂടൊക്കെ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ സ്റ്റാർ ഇട്ടുതരാം. നമ്മളെ വീട്ടിൽ 3 ഗേൾസാണ്. അപ്പോൾ സ്റ്റാറൊക്കെ ഇട്ടുതരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പോഴത്തെ ഒരു ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സമ്പാദിച്ച് വാങ്ങാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു ഹാപ്പിനെസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ക്യാഷ് ചിലവുള്ളതാണ്, കുറച്ച് പൈസയൊക്കെ ആവും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു മനസ്സിനുള്ള ഒരു സന്തോഷമുണ്ട്, അതെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനും. അതുപോലെ തന്നെ ഓണം, ക്രിസ്മസ് ഇതുപോലത്തുള്ള ഫങ്ഷനൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു പീസ് ആൻഡ് സന്തോഷമാണ്. അതുപോലെ തന്നെ 2025 ആവാൻ പോണെന്നുള്ള ഒരു വേറൊരു സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷമായിട്ടുള്ള ഒരു ക്രിസ്മസ് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ക്രിസ്മസ് ട്രീ. ഞാൻ എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചു. ഇതിൽ ഇനി കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വയ്ക്കണം. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇനി ന്യൂ ഇയർ വരാൻ പോവുകയാണ്. എല്ലാവർക്കും 2025 ശാന്തിയും സമൃദ്ധിയും എല്ലാം ഞാൻ നേർന്നുകൊള്ളുന്നു അഡ്വാൻസായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഇതെവിടെ വയ്ക്കണം, എങ്ങനെ ചെയ്യണം. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങി, അത് ഞാനാണെങ്കിൽ ഫ്രണ്ടിൽ ഗ്ലാസ്സിലൊക്കെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. വലുതായിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുമോ എന്ന് പോലും അറിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, എൻ്റെ ഒരു സന്തോഷമാണ്. എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്. നിങ്ങൾക്ക് ഞാനത് എനിക്ക് അത് അറിഞ്ഞുകൂടാ ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റാറാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ വയ്ക്കാമെന്ന്. ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന സ്റ്റാറാണ് വാങ്ങിയത്. ഞാൻ ഇത് വാങ്ങിയ സമയത്ത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴാണ് പിന്നെ പിടി കിട്ടിയത്. പിന്നെ ബെൽസ് എന്ന് പറയുന്നത്, ഇതിൽ ബെൽസ് തൂക്കാനുള്ള ഇവിടെ ഡോഗുണ്ട്. ഡോഗിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ ചിലപ്പം കേൾക്കും. അതുപോലെ തന്നെ കോഴി, പട്ടി, പൂച്ച എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കാം. അതുപോലെ തന്നെ ഡെക്കറേഷൻ ഐറ്റം വാങ്ങിയപ്പം വാങ്ങാനുള്ള ത്വരയുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോഴാണ് എവിടെ ഫിക്സ് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊരു പിടിയില്ലായിരുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി രീതിയിലുള്ള ട്രീ ആയതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ കൊളുത്തി മീൻസ് അതിൻ്റെ വേറെ വാക്ക് എനിക്കറിയത്തില്ല, അങ്ങനെ ഇടാനൊന്നും പറ്റത്തില്ല. ഫുള്ളായിട്ട് റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ചുറ്റി വരുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വയ്ക്കണമെന്നൊരു പരിപാടിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു സ്റ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാറാണെങ്കിൽ ഒരു നിലയ്ക്ക് എൻ്റെ കൈക്ക് വഴങ്ങണില്ല. എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പിടിക്കുമ്പോൾ ഇവിടെ പോകും. വെറൈറ്റി ആയിട്ട് തോന്നിയോണ്ടാണ് അത് വാങ്ങിയത്. പക്ഷേ അത് ഇടാനും പറ്റിയില്ല. സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സീരിയൽ ബൾബിൽ ഒരു സ്റ്റാർ മുകളിലോട്ടും ഒരു സ്റ്റാർ താഴോട്ടും അങ്ങനെ വരുന്ന രീതിയിലുള്ള സ്റ്റാറായിരുന്നു. അത് അവസാനം ഇടാൻ പറ്റില്ല, ഫുള്ള് കുരുക്കായി. ഇടുവാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ എടുത്ത് ഇടാവേ.
എന്നാലും ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇടാൻ പറ്റിയ അത് നല്ല കാര്യമാണ്. അത് പോയിട്ട് പിന്നെ ക്രിസ്മസിനെ കുറിച്ച് പറയാനുള്ളത്, ക്രിസ്മസ് എന്ന് പറയുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം. പണ്ടൊക്കെ ആണെങ്കിൽ ക്രിസ്മസ് സമ്മാനങ്ങൾ, അതായത് ക്രിസ്മസ് ഫ്രണ്ട് എന്ന് പറയും, അതൊക്കെ ഒരു സമയമാണ്. പക്ഷെ അതൊന്നും ഇനി തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചാൽ തിരിച്ച് കിട്ടത്തില്ല. നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നു, എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നു. പിന്നെ ക്രിസ്മസ് ട്രീ, അവിടെയും ഇവിടെയും ഫുള്ളും ക്രിസ്മസ് സ്റ്റാറുകൾ. ഇങ്ങനെ ക്രിസ്മസ് എന്ന് എടുത്ത് പറയുന്നത് ക്രിസ്മസ് ആയതുകൊണ്ടാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്കൂൾ വാനിൽ ഇങ്ങനെ പോകുമ്പോൾ, ഒരു 7-ലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സ്കൂൾ വാനിൽ പോകുമ്പോൾ നമ്മൾ തുടങ്ങുന്നോട്ട്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കയറുന്നോട്ട് സ്കൂൾ എത്തണത് വരെയുള്ള ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ട് പോവുകയും, അതുപോലെ തന്നെ ഈ സ്റ്റാർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടിരിക്കുമല്ലോ കടകളിൽ. അപ്പോൾ കടകളിൽ ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നെണ്ണം എത്ര എണ്ണം ഉണ്ടെന്നും, പിന്നെ എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ കാണും. അവരെല്ലാം നോക്കിയിട്ട് എനിക്ക് എത്ര സ്റ്റാർ കിട്ടി, അവർക്ക് എത്ര സ്റ്റാർ കിട്ടി, അങ്ങനെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പിന്നെ ക്രിസ്മസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയാണ്. മെയിനായിട്ട് പള്ളിയിൽ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഒരു 2 വർഷം മുമ്പ് വരെയൊക്കെ കറക്റ്റായിട്ട് പള്ളിയിലൊക്കെ പോയി ഭയങ്കര ഇതായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് കറക്റ്റായിട്ട് പള്ളിയിലൊന്നും പോകാൻ വേണ്ടി പറ്റണില്ല. ഈ വർഷം ഇനി പോകണം. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കുറേ റെസൊല്യൂഷൻസൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. ഞാൻ പണ്ടെങ്ങാണ്ടാണ് റെസൊല്യൂഷനൊക്കെ എടുത്തത്. ഇനി അതൊക്കെ ഒന്ന് തട്ടിപ്പൊടിയൊക്കെ എടുത്ത് തട്ടിപ്പറക്കിയൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. റെസൊല്യൂഷൻ നടക്കുമോ നടക്കൂലയോ അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ കാണിക്കുന്ന ആ മനസ്സ്, അത് മതി. കുറച്ച് റെസൊല്യൂഷനൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട്. ഇനി എല്ലാത്തിനും ഒരു പുതിയ തുടക്കം കുറിക്കാൻ സമയമായി എന്ന് പറയുന്ന ഒരു സൂചനയാണ്. പിന്നെ ഈ പ്രാവശ്യം ഈ സമയത്തുള്ള ക്ലൈമറ്റൊക്കെ എന്ന് പറയുന്നത് അടിപൊളിയാണ്. പറഞ്ഞു വേറെ എന്തൊക്കെയായി സംഭവം. നമ്മൾ ഡെക്കറേഷനിലാണ് തുടങ്ങിയത്, അപ്പം ഇനി ഡെക്കറേഷനിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത്, നമ്മളെ ഇത് ഷോപ്പിലാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇന്ന് ക്രിസ്മസ് ട്രീ ഞാൻ പാറശാലയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. നമ്മൾ നോർമൽ ക്രിസ്മസ് ട്രീ പോലെയല്ല. കണ്ടാൽ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇതിൽ കൂടുതലായിട്ട് ഇങ്ങനെ ബെൽസോ അങ്ങനെയൊന്നും തൂക്കിയിടാൻ വേണ്ടി പറ്റില്ല. സീരിയൽ ബൾബ് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഞാൻ ഇപ്പോൾ വച്ചിരിക്കുന്ന പോലെ ഡെക്കറേഷൻ ഐറ്റംസ്, ഞാൻ മുകളിലൊരു സ്റ്റാറും പിന്നെ ഇങ്ങനെ തൂക്കി നെറ്റിപ്പട്ടം പോലെ ഇരിക്കും. ഞാൻ ഇപ്പോഴും നെറ്റിപ്പട്ടം എന്നാണ് പറയണത്. അപ്പോൾ നെറ്റിപ്പട്ടം പോലെ ഇരിക്കുന്ന ഒരു മണിയും അതിൽ ക്രിസ്മസ് ഫാദർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതും, അതാണ് ഞാൻ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ സീരിയൽ ബൾബാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ കത്തിച്ച് കാണിച്ചു തരാം. ഉണ്ടോ, ഇങ്ങനെയായിരിക്കും കത്തുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചുറ്റാനാണെങ്കിൽ ഭയങ്കര പാടുപെട്ടു ഞാൻ. കാരണം ഇത് അത്യാവശ്യം നീളമുണ്ട്. പക്ഷേ ക്രിസ്മസ് ട്രീയിൽ ഒരുപാട് സീരിയൽ ബൾബ് വയ്ക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ കിട്ടൂല. അപ്പം ഞാനാണെങ്കിൽ പുറത്ത്, ഇത് നല്ല ഹൈറ്റ് അല്ലേ, അപ്പോൾ ഞാൻ ഒരു ചെയറിൻ്റെ പുറത്ത് കയറിയിരുന്നാണ് ചുറ്റാൻ വേണ്ടി തുടങ്ങിയത്. എന്തായിരുന്നാലും ചുറ്റി ഒരു പരുവായി. ബാക്കി കുറേ സീരിയൽ ബൾബ് വന്നു, അതെല്ലാം അതിൻ്റെ അകത്തെടുത്തിട്ടു. അതാകുമ്പം പുറത്തും അങ്ങനെ കാണത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വെറുതെ എന്ന് പറഞ്ഞാൽ വലിയ ഡെക്കറേഷനായിട്ടൊന്നുമില്ല, വെറുതെ ഇടാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇതൊക്കെയല്ലേ ഒരു സന്തോഷം എന്ന് വിചാരിച്ച് ഇടുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോന്ന് അലങ്കരിക്കാനായിരുന്നാലും ഓരോ ഡെക്കറേഷൻ സാധനങ്ങൾ വയ്ക്കാനായിരുന്നാലും, ക്രിസ്മസിന് മാത്രമല്ല എല്ലാം എപ്പോഴായിരുന്നാലും ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ വാങ്ങുന്നതായിരുന്നാലും ഡെക്കറേറ്റ് ചെയ്യുന്നതായിരുന്നാലും എനിക്കിഷ്ടമാണ്. പിന്നെ നിങ്ങളെ ക്രിസ്മസൊക്കെ ഏതുവരെ എത്തിയെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ വെറുതെ ഇങ്ങനെ വ്ളോഗ് എടുത്തിടുകയാണ്. വ്ളോഗെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് എന്തോ സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അതിനി പതുക്കെ റെഡി ആവുമായിരിക്കും. നേരത്തേക്കാളും കുറച്ച് മെച്ചമുണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാർ. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര കുരുക്ക്. എങ്ങനെയൊക്കെ തലകുത്തിന് നിന്നിട്ടും ആ ഒരു കുരുക്ക് അഴിച്ച് മാറ്റാൻ വേണ്ടി പറ്റണില്ല. ഞാനും ഏട്ടനും കൂടെ ഒരുപാട് നോക്കി, ഒരുപാട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുക്ക് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുപാട് കുരുക്കാവണം. അവസാനം നമ്മൾ ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചാണ് നോക്കിയത്. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും ഒരറ്റത്ത് അപ്പുറത്തെ അറ്റത്തൊക്കെ പിടിച്ച് അങ്ങനെ നോക്കി, എന്നിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല.
ഈ ഒരു സീരിയൽ ബൾബ് ഇടാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ബാക്കിയുള്ളത് ഞാൻ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, കാരണം ഞാൻ ഭയങ്കരമായിട്ടല്ല ചെയ്തിരിക്കുന്നത്. കുറച്ച് ചെറിയൊരു രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെയൊക്കെ ആഘോഷം ഏതുവരെ എത്തിയെന്ന് ഉറപ്പായിട്ടും പറയണം. അതും എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇനി എന്തോ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ ഇതോട്ട് ആദ്യം മ്യൂസിക് ഇട്ടതാണ്. ഈ ക്രിസ്മസ് പരമായിട്ടുള്ള ഒരു സോങ് ഇട്ടതാണ്. പക്ഷേ അത് കോപ്പിറൈറ്റ് കിട്ടിയതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാം. Dashing through the snow in one so open sleigh, o'er the fields go, laughing all the way. Bells of bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song of night. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in one so open sleigh. താങ്ക് യു. അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. എനിക്ക് വലുതായിട്ട് പാടാനൊന്നും അറിയത്തില്ല, എന്നാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, ആ ഒരു ഓളത്തിന് പാടിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.